ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മൾ ശരിക്കും വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുക. എന്നാൽ വഴി തെറ്റിക്കാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാം എന്നുള്ള ഒരു സാധ്യത ഇന്ന് പോലീസ് തകർത്തിട്ടുണ്ട്. ഞാൻ അതിനു മുമ്പ് ഈ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിച്ചതിനെ കുറിച്ച് എപ്പോഴും ഞാൻ ആലോചിക്കും. എയുടെ സാധ്യതയൊക്കെ ഇക്കാലത്ത് ഗൂഗിൾ മാപ്പിന് ഉപയോഗിക്കാം. നമുക്ക് കൃത്യമായിട്ടൊരു കേശവളച്ചേട്ടൻ്റെ വീട് തിരക്കി ഇതാ വീടെത്തിക്കഴിഞ്ഞു എന്ന് പറയാൻ ഒരാൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുക. ഇത് ലോകമെമ്പാടും ആൾക്കാർ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് മലപ്പുറത്തെ ആദവനാട് ഒരു സംഭവം ഉണ്ടായി. അതായത് ലഹരി മരുന്നുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയും ഒരു ലൊക്കേഷൻ മാപ്പും കൂടെ ഈ പാർട്ടിക്ക് അയച്ചു കൊടുക്കുക. പാർട്ടി ഈ ലൊക്കേഷൻ മാപ്പ് കിട്ടിയാലുടൻ ഈ ഫോട്ടോയുമായിട്ട് ഈ സ്ഥലത്ത് പരതി നടക്കുക. പരതി അന്വേഷിച്ച് ലഹരി മരുന്ന് കൃത്യമായിട്ട് അവിടെ കയ്യിലെത്തുക. പണ്ടൊക്കെ നമ്മൾ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, നടന്നു വന്ന വഴിക്ക് ഒരു സാധനം അവിടെ കിട്ടേക്കും. അപ്പോൾ അത് ആരെങ്കിലും വന്ന് കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു പുതിയ സാധ്യത പരീക്ഷിക്കുകയാണ്. അതായത് ഒരിക്കലും നമ്മൾ വഴി തെറ്റരുത് എന്ന് ആഗ്രഹിച്ച ഗൂഗിളിൻ്റെ ശാസ്ത്രീയ ഒരു പരിപാടി എത്ര അശാസ്ത്രീയമായിട്ടും എത്ര അപകടകരമായും നമ്മുടെ ആളുകൾ ഉപയോഗിക്കുമെന്നതിന് ഉദാഹരണമാണ് മലപ്പുറത്തെ ആദവനാട് ഉണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പം ആരെങ്കിലും എന്തെങ്കിലും പരതി നടക്കുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചിലപ്പോൾ മാപ്പും ഫോട്ടോയുമായിട്ട് കാര്യങ്ങൾ തിരക്കുകയാവും. ലഹരി പോകുന്ന വഴികൾ അങ്ങനെയൊക്കെയാണ്. സൂക്ഷിക്കുക. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പ്രൈം ടൈം തുടരുകയാണ്. നമ്മൾ അത്യാവശ്യം നല്ല മഴ സമയത്താണ് ഇങ്ങോട്ട് കടന്നു വന്നത്. കൊച്ചിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കൊച്ചിയിൽ കനത്ത മഴയാണ്. MG റോഡിലെ പല കടകളിലും ഇപ്പോൾ വെള്ളം കയറി എന്ന വാർത്ത ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും കറണ്ടും പോയിട്ടുണ്ട്, വൈദ്യുതി തടസ്സമുണ്ട്. അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മഴ വന്നതിന് ശേഷം കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തും ഈ അലർട്ട് വന്നു കഴിഞ്ഞു, അവിടെയും മഴയുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം കൊച്ചിയിലേക്ക് പോകാം. അമൽ സുരേന്ദ്രൻ ചേരും. തിരുവനന്തപുരത്ത് മേഘന മുരളി മഴയിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് റെഡിയായിട്ടുണ്ട്. നമസ്കാരം. അപ്പം നിങ്ങളെ കൊടയൊക്കെ പിടിച്ച് നിൽക്കുകയാണല്ലോ. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ഒരുപാട് ട്രാഫിക് ബ്ലോക്കൊക്കെ അനുഭവപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലയിടങ്ങളിലും കറണ്ട് പോയി എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ആളുടെ ബുദ്ധിമുട്ട്? വെള്ളക്കെട്ട് എവിടെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കൂടുതലായി? അമലിനെ കേൾക്കാമോ? അമലെ, അതായത് കൊച്ചിയിൽ വെള്ളക്കെട്ട് എനിക്കറിയാം ആളുകൾ ബുദ്ധിമുട്ടുന്ന വഴികളുടെ ദൃശ്യമാണ്. പറഞ്ഞോളൂ. ഏതായാലും 6:30 കൂടിയാണ് ശക്തമായിട്ടുള്ള മഴയ്ക്ക് എറണാകുളം ജില്ല സാക്ഷിയായത്. ഏതായാലും കൊച്ചി നഗരത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള മഴ തന്നെയാണ് ഉണ്ടായത്. 40 കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടായത്. കലൂർ കത്രിക്കടവ് ഭാഗത്തടക്കം വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ടായി. അതിലും രൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു MG റോഡ്, ജോസ് ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. കടയിലടക്കം പല കടകളിലും വെള്ളം കയറി. ഈ ഭാഗത്ത് പലയിടത്തും ഈ വെള്ളക്കെട്ടും ശക്തമായ മഴയെ തുടർന്ന് കരകെട്ടാവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കടൽ പ്രക്ഷുബ്ധമാണ്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഈ മഴയുടെ ഒരു സാന്നിധ്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഓറഞ്ച് അലേർട്ട്, അതായത് 6:30-ക്കാണ് ഓറഞ്ച് അലേർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എറണാകുളം ജില്ലയ്ക്ക് പുറപ്പെടുവിക്കുന്നത്. 3 മണിക്കൂർ നീളത്തേക്ക് ഉള്ള ഒരു ഓറഞ്ച് അലേർട്ട് ആയിരുന്നു അത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ചെറിയ തോതിലുള്ള മഴ പെയ്യുന്നുണ്ട്. ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിൽ മഴ പെയ്യുകയും MG റോഡ് അടക്കമുള്ള ഭാഗത്ത് മഴവെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻപ് ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശങ്ങൾ ഉണ്ടായതാണ് ഈ ഭാഗത്തെ വെള്ളക്കെട്ട് നീക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിനെ തുടർന്ന് കോർപ്പറേഷന്റെ അടക്കം ശക്തമായിട്ടുള്ള നടപടികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വെള്ളക്കെട്ട് കൊച്ചി നഗരത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. താങ്ക് യു. കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ലാതെയായിട്ടുണ്ട്. എന്തായാലും സാധാരണ മഴ കനത്തു കഴിഞ്ഞാൽ കൊച്ചിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇത്തവണയും വന്നിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. സന്ദീപ് പറയുന്നു തിരുവനന്തപുരത്തേക്ക് നല്ല മഴയാണ്. ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ മേഘന മുരളി നമുക്കൊപ്പം ചേരും. മേഘന, തിരുവനന്തപുരം നഗരത്തിലെ മഴയുടെ അവസ്ഥ എന്താണ്? അവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടോ? വിവരങ്ങൾ.
SKN തിരുവനന്തപുരത്തും നിലവിൽ മഴ പെയ്യുന്നുണ്ട്. അത് മലയോര പ്രദേശങ്ങളിലടക്കം ശക്തമായ ഒറ്റപ്പെട്ട മഴ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പായി നൽകിയിരിക്കുകയും ചെയ്യുന്നത്. രാത്രി വൈകിയും മഴ തുടരാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു വെള്ളക്കെട്ടിന്റെ സാധ്യതയില്ല. മറിച്ച് വരും മണിക്കൂറുകളിലും തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ടിനുള്ള സാധ്യതയടക്കം ഉള്ളൊരു നഗരം കൂടിയാണ് തിരുവനന്തപുരം എന്നുള്ളതാണ്. എന്തായാലും മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിലേക്ക് മാത്രം എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്, ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പുള്ളത്. നാളെയും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. വരുന്ന 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു മഴയുടെ കാരണമെന്ന് പറയുന്നതും കന്യാകുമാരിയിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് മഴയുടെ ഒരു കാരണമായി പറയുന്നത്. ഇനി ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയോ അല്ലെങ്കിൽ ന്യൂനമർദ്ദമോ രൂപപ്പെടുകയാണെങ്കിൽ അത് മഴയെ സ്വാധീനിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയോടുകൂടി ഒരു അതിശക്തമായ ചുഴലിക്കാറ്റിന്റെ സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും രാത്രി വൈകിയും സംസ്ഥാനത്തുടനീളം ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകും. അത് പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതീവ ജാഗ്രത വേണമെന്നും നിർദ്ദേശമായി വരുന്നു. ഓക്കെ, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. മാത്യു പറയുന്നു തുലാമഴ വലിയ വെള്ളപ്പൊക്കം പെട്ടെന്ന് ഉണ്ടാക്കും എന്നാണ്. അങ്ങനെ ഒരു അവസ്ഥയില്ല. എന്തായാലും ട്രിവാൻഡ്രത്ത് മഴയുണ്ടോയെന്ന് ചോദിക്കുന്നു. ട്രിവാൻഡ്രത്ത് പലയിടങ്ങളിലും നല്ല മഴ പെയ്യുന്നു. അതുപോലെ ചന്ദ്രൻ ചെറുപ്പം കണ്ണൂരിൽ നല്ല ഇടിയും മഴയും മിന്നലും അനുഭവപ്പെടുന്നുണ്ട്. എറണാകുളത്ത് അവധിയുണ്ടോ അല്ലാമീൻ ചോദിക്കുന്നു. അവധിയൊന്നും ഒരു സ്ഥലത്തും പ്രഖ്യാപിച്ചിട്ടില്ല. ഷീല MK പറയുന്നു കറണ്ട് ഇപ്പോൾ പോയി, പക്ഷേ വീണ്ടും കറണ്ട് വന്നു എന്നുള്ള സന്തോഷം. സദാശിവപിള്ള പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലത്തും നല്ല മഴ പെയ്യുന്നു എന്നാണ്. എന്തായാലും കേരളത്തിലെ പലയിടങ്ങളിലും വ്യാപകമായി മഴ പെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ്. നിങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളാണ്. തെന്നിത്തെറിച്ച് കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്രയാണ്. വീട്ടിൽ നിങ്ങളെ ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളതും മറക്കാതെ ഡ്രൈവ് ചെയ്യുക. ശ്രദ്ധ മാറാത്ത രീതിയിൽ വേണം ഡ്രൈവ് ചെയ്യാൻ. ഇനി നമുക്കൊന്ന് കാസർഗോഡേക്ക് പോകാം. അവിടെ കൊടവലത്ത് പുലി കുളത്തിൽ വീണു. കൊടവലം ദേവി ക്ലബിന് സമീപത്തെ കുളത്തിലാണ് പുലി വീണത്. പുലിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടിറക്കിയിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തോടെ വെളുപ്പിനോടെ എല്ലാ പരിപാടിയും തീർക്കും. ഡോക്ടറോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അവിടുന്ന് പോന്നിട്ടുണ്ട് ആറളത്ത്. നമ്മൾ തന്നെ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൂട് വെച്ചിട്ട് പിടിക്കാന്നാണ് നമ്മൾ കരുതുന്നത്. അടുത്ത് പുറത്ത് വെക്കും. എന്നിട്ട് ഡോക്ടറെ ചെക്ക് ചെയ്യണം. അതിന്റെ ആരോഗ്യനിലയെ കുറിച്ച് ചെക്ക് ചെയ്യണം. പരിക്കുകളുണ്ടോ, രോഗങ്ങളുണ്ടോ ചെക്ക് ചെയ്യണം. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ പുലി വീണിട്ട് ഇപ്പോൾ എത്ര മണിക്കൂറായി? ഇത്ര മണിക്കൂറുകൾ വെള്ളത്തിൽ കിടക്കുകയാണ്. പുലിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെ ആഴമുള്ള കിണറാണോ ഇത്? SKN വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ പുലി ഈ കിണറ്റിൽ വീഴുന്നത്. ഇത് കിണറെന്ന് പറയാൻ സാധിക്കില്ല, ഒരു കുളമാണ്, ഒരു ചെറിയ കുളമാണ്. അത് കൊടവലം ദേവി ക്ലബിന് സമീപത്തെ മധുവിന്റെ പറമ്പിലാണ് ഈ കുളമുള്ളത്. അവിടെയാണ് പുലി വീണതായി ഇന്ന് വൈകിട്ടോടുകൂടി നാട്ടുകാര് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഫോറസ്റ്റിനെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ സമയത്ത് തന്നെ സ്ഥലത്തെത്തി. പക്ഷേ പുലിയെ അത്ര പെട്ടെന്ന് ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. നിറയെ വെള്ളമുള്ളൊരു സ്ഥലമാണ്. അതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മാത്രമല്ല പുലി എവിടെ വീണു എന്നത് അറിഞ്ഞ് നാട്ടുകാരും തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ട്. അവരെ നിയന്ത്രിക്കാനും പോലീസിനും അതുപോലെ തന്നെ വനം വകുപ്പിനും സാധിക്കുന്നുമില്ല. അതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി പുലിയെ കൂടിറക്കി പിടിക്കാൻ കഴിയുമെന്നാണ് DFO സൂചിപ്പിക്കുന്നത്. DFO ജോസ് മാത്യു ഇതുമായി ബന്ധപ്പെട്ട നമ്മളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. 3.5 വയസ്സ് പുലിക്ക് പ്രായം വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുലിയെ മയക്കുവെടി വെക്കാതെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പുള്ളത്. SKN. ഓക്കെ, താങ്ക് യു അരുൺ പാറക്കൽ. കൃഷ്ണൻകുട്ടി പറയുന്നു കാട്ടാക്കട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കൃഷ്ണൻകുട്ടി കാട്ടാക്കടയാണ്. കാട്ടാക്കട ഏരിയയിൽ മഴ തുടങ്ങിയിട്ട് 10 ദിവസമായി പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് കാട്ടാക്കട എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഒരുപാട് പ്രേക്ഷകർ അവരുടെയുള്ള സ്ഥലത്തുള്ള മഴയെക്കുറിച്ചൊക്കെ തന്നെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. എനിക്കറിയാം, നിങ്ങളുടെ ഉത്കണ്ഠ അറിയാം. ഇപ്പോൾ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിലാണെങ്കിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ടാകും. ഇടത്തരം മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത ആർജിക്കാൻ കഴിയുന്ന കാറ്റിനും ശക്തമായ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ജാഗ്രത പാലിക്കുക. കരൂരിലെ ദുരന്തത്തിന് ശേഷം വീണ്ടും പൊതുവേദിയിൽ എന്ന TVK അധ്യക്ഷൻ വിജയ് എത്തി.
മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കാഞ്ചീപുരത്തെ പൊതുവേദിയിൽ വിജയ് ഉന്നയിച്ചത്. 2000 ആളുകൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. ഇന്നും അമ്മമാരും കുട്ടികളും ഒക്കെ തന്നെ, ചെറിയ കുട്ടികളെയൊക്കെ എടുത്ത അമ്മമാരും ഈ ചടങ്ങിലെത്തി. ഈ കരൂർ ദുരന്തമൊന്നും തമിഴ്നാട്ടിലെ അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ആരാധകരെയും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവമായിരുന്നു അത്. എന്നാൽ അവർക്കാർക്കും പ്രവേശനം കൊടുക്കാതെ തിരിച്ചയക്കാനുണ്ടായത്. സാമൂഹിക നീതിക്ക് വേണ്ടിയാണ് തൻ്റെ പോരാട്ടമെന്നാണ് അദ്ദേഹം വേദിയിൽ പറഞ്ഞത്. MK സ്റ്റാലിൻ നല്ലവനെ പോലെ അഭിനയിക്കുകയാണെന്നും വിജയ് കുറ്റപ്പെടുത്തി. എന്നാൽ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയാൻ വിജയ് തയ്യാറായില്ല. വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അതിലൊരു ചെറിയ രാഷ്ട്രീയം മണക്കുന്നില്ലേ എന്ന് സംശയം. കാഞ്ചീപുരത്ത് നടത്തിയ ഉള്ളരങ്ങ് പരിപാടിയിലായിരുന്നു വിജയുടെ വിമർശനം. TVKക്ക് ആശയമില്ലെന്നാണ് DMK പറയുന്നത്. സാമൂഹിക നീതിയാണ് TVKയുടെ ആശയം. എന്നാൽ DMKക്ക് കൊള്ള നടത്തുകയെന്നത് മാത്രമാണ് ആശയമെന്നും വിജയ് കുറ്റപ്പെടുത്തി. அந்த கட்சியினுடைய தலைவர் தமிழ்நாட்டு முதல்வர் சொல்றாரு, நமக்கு கொள்கை இல்லையா, இவங்க கொள்கையே கொள்ளைதானே. TVK സാധാരണക്കാർക്കൊപ്പമാണ്, ഒന്നിനും കൊള്ളാത്തവരുടെ കൂട്ടമെന്നാണ് TVKയെ പറയുന്നത്. എന്നാൽ ഈ കൂട്ടം നാളെ തമിഴ്നാടിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതും. അതിനുള്ള പോരാട്ടം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും വിജയ്. நம்ம ஆட்சிக்கு வந்தா அது என்ன வந்தா, வருவோம். மக்கள் கண்டிப்பா நம்மளை வர வைப்பாங்க. DMKയെ രൂക്ഷമായി വിമർശിച്ചപ്പോഴും കേന്ദ്ര സർക്കാരിനെയോ അണ്ണാ DMKയെയോ ഒന്നും പറയാൻ വിജയ് തയ്യാറായില്ല. കരൂർ ദുരന്തത്തിന് പിന്നാലെ ആദ്യമായി TVK നടത്തിയ പൊതുപരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 2000 പേരാണ് പങ്കെടുത്തത്. அவர் வந்தா தமிழகம் ரொம்ப நல்லா சிறப்பா போகும்னு ஒரு நம்பிக்கை இருக்கு. அவருக்கு தான் ஓட் போடணும் எல்லாரும். தலைவர் கூட்டத்துக்கு வந்தோம். தலைவர் சொன்ன மாதிரி 2026ல் நம்ம தலைவர் தான் CM, TVK தான் ஜெயிக்கும். കരൂരിനെ കുറിച്ച് നിലവിലൊന്നും പറയുന്നില്ലെന്നും അത് പിന്നീട് പറയുമെന്നും വിജയ് പറഞ്ഞു. അതിനിടെ SIRനെതിരെ TVK സുപ്രീം കോടതിയെ സമീപിച്ചു. കരൂർ ദുരന്തത്തിന് ശേഷം ചേർന്ന ആദ്യ യോഗം, 2000-ഓളം പേർ പങ്കെടുത്ത ഈ യോഗത്തിലും കരൂരിനെ പറ്റി ഒന്നും പറഞ്ഞില്ല വിജയ്. മാത്രമല്ല, അക്കാര്യങ്ങൾ പിന്നീട് പറയും എന്നാണ് വിജയ് പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ വിജയ് ഒന്നും തന്നെ പറയുന്നുമില്ല. കാഞ്ചീപുരത്ത് നിന്ന് ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. കമന്റ് ബോക്സിൽ അലീബ് ചോദിക്കുന്ന ഒരു അവധി തരൂ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ മഴ പെയ്താലുടൻ, ചെറിയ മഴ കനക്കണ്ട, അതിനു മുമ്പേ തന്നെ ആളുകൾ അവധി ചോദിച്ചു വരും എന്നുള്ളതാണ്. നാളെ അവധിയൊന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോകാൻ തയ്യാറായിക്കോളൂ. പോരാട്ട ചിത്രം തെളിയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ്. ഈ മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരുമ്പോൾ വിമത ശല്യം കാരണം വീർപ്പുമുട്ടുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ. മിക്കവാറും എല്ലാ പാർട്ടിയിലും ഇഷ്ടം പോലെ വിമതന്മാർ വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വിമതരെയും അപരന്മാരെയും എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് പാർട്ടികളെല്ലാം. നാളെ വൈകുന്നേരത്തോടെ മത്സരത്തിൻ്റെ അന്തിമ ചിത്രം നമുക്ക് കിട്ടും. കോൺഗ്രസ് വിമതർ പിന്മാറിയില്ലെങ്കിൽ നാളെ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കുമെന്ന് കെ മുരളീധരൻ ഇന്ന് രാവിലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്ന DCC പ്രസിഡന്റിന്റെ ആരോപണം CPM തള്ളി. എല്ലാ ജില്ലകളിലും മുന്നണികൾക്ക് തലവേദനയായി വിമതർ രംഗത്തുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം CPIM-ന് 4-ഉം കോൺഗ്രസിന് 3-ഉം വിമതരാണ് മത്സര രംഗത്തുള്ളത്. പാർട്ടിയോട് പിണങ്ങി വിമതരായ ഭൂരിഭാഗം പേരെയും CPIM പുറത്താക്കി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയം വരെ കോൺഗ്രസ് വിമതർക്ക് സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷം നടപടി. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഘടകകക്ഷികൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കുന്നെങ്കിൽ പിന്മാറണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് കോൺഗ്രസിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, കർഷകർ, തൊഴിലാളികൾ, സീനിയർ ലീഡേഴ്സ് ഇവരെല്ലാവർക്കും സീറ്റിന് അർഹതയുണ്ട്. പക്ഷെ എണ്ണത്തിന്റെ പരിമിതിയുണ്ട്. കോട്ടയത്ത് മന്ത്രി VN വാസവനെ പൊതുപരിപാടിയിൽ പുകഴ്ത്തി സീറ്റ് നഷ്ടമായ കോൺഗ്രസ് നേതാവും വിമത സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്.
പത്തനാപുരത്തെ UDF-ലെ പൊട്ടിത്തെറിയിൽ നേതാക്കൾ ഇടപെട്ടിട്ടും പരിഹാരമായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേശ്വരത്തെ കോൺഗ്രസ് ഓഫീസ് നേതാക്കൾ പൂട്ടി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 3 സീറ്റും ലീഗിന് നൽകിയതിലാണ് പ്രതിഷേധം. കാസർഗോഡ് ബെള്ളൂർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സിറ്റിംഗ് സീറ്റുകളിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. വിമതരായി മത്സരിക്കുന്നവരെ മുസ്ലിം ലീഗും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളെ CPIM ഭീഷണിപ്പെടുത്തിയെന്ന DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ ആരോപണം CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തള്ളി. ആളെ കിട്ടുന്നില്ല, അതിനും ഭീഷണി എന്ന നെറേറ്റീവാണ്. എന്താ ഭീഷണി? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആളുകളെ കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾ വേണം കേട്ടാ. പ്രതിപക്ഷ നേതാവ് അതിന് പറ്റുന്ന കുറച്ച് ആളെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നോക്ക്. ന്യൂസ് ഡെസ്ക് 24. മോഹൻകുമാർ പറയുന്നു, ഈ നീല നിറത്തിലുള്ള ബ്ലേസർ, ഞാൻ ഇരിക്കുന്ന ബ്ലേസറിനെ കുറിച്ചാണ് ഒഴിവാക്കണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് തന്നെ വേഷം നാറുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ഓരോ ദിവസവും ബ്ലേസർ നമ്മൾ മാറ്റുന്നുണ്ട്. താങ്കളെ ശ്രദ്ധിച്ചിട്ടുള്ള പ്രേക്ഷകർക്ക് അറിയാം. മാത്രമല്ല ഇവിടെ നമുക്കൊരു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് ഓരോ ദിവസവും ഓരോ അവതാരകനെയും ഓരോ ഉടുപ്പൊക്കെ അണിയിച്ച് വിടാൻ അവരെപ്പോഴും താല്പര്യം കാണിക്കുമെന്ന് മാത്രം മോഹൻകുമാർ അറിയുക. ഇനി കണ്ടത് എന്നെ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം നമ്മൾ റിമോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ചാനൽ അടിച്ച് മാറ്റുമ്പോൾ പല സ്ഥലത്തും ചിലപ്പോൾ ഇങ്ങനെയുള്ള ബ്ലേസർ ഇട്ട ആൾക്കാരെ കണ്ടു കാണും. എന്ന് വിചാരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മോഹൻ കാര്യം മനസ്സിലായല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ അംഗീകരിച്ചത് 1,54,547 പത്രികകളാണ്. 2,479 പത്രികകൾ തള്ളുകയും ചെയ്തു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷബീദ്, വിവരങ്ങൾ. ഷബീദെ, മഴ എങ്ങനെ? മഴ തകർക്കുകയാണോ എന്ന് ആൾ ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. നിലവിൽ നമ്മുടെ ഒരു തിരുവനന്തപുരത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 7:30 മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കാര്യമായ മഴയുണ്ടായിരുന്നു. മലയോര മേഖലയിലും കാര്യമായ മഴയുണ്ട്. പ്രത്യേകിച്ച് ഈ നെടുമങ്ങാട്, കാട്ടാക്കട, കുറ്റിച്ചൽ ഭാഗത്തൊക്കെ കനത്ത മഴയുണ്ടെന്ന് നമ്മുടെ പ്രാദേശിക ലേഖകർ വാർത്ത തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി റൂറൽ മേഖലയിലും അരമണിക്കൂറായി തിരുവനന്തപുരം നഗരത്തിലും മഴയ്ക്കൊരു ശമനമുണ്ട്. ഈ വെള്ളക്കെട്ടുകളൊന്നും കാര്യമായിട്ടില്ല. അത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ നമുക്കത് കാണാനും സാധിക്കും. കാര്യമായ പ്രശ്നങ്ങളില്ല. ഇനി വാർത്തയിലേക്ക് വന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് വരുന്ന കണക്ക് പ്രകാരം നമുക്കറിയാം, നാളെ വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതുവരെ അംഗീകരിച്ചിട്ടുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണം അത് 1,54,457 അതിൽ തന്നെ 75,524 പുരുഷന്മാരും 82,020 സ്ത്രീകളും എന്നുള്ളതാണ് കണക്കുകൾ. മാത്രവുമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്താകെ സ്വീകരിച്ച സ്ഥാനാർത്ഥികളുടെ പത്രികകളുടെ എണ്ണവും ഇപ്പോൾ വന്നിട്ടുണ്ട്. 1,07,212 സ്ഥാനാർത്ഥികളുണ്ട്. അതായത് 1,07,211 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 50,709 പുരുഷന്മാരുടെയും 56,501 സ്ത്രീകളുടെയും പത്രികകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം. തള്ളിയത് 2,479 പത്രികകളാണ്. നാളെ വൈകിട്ട് 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. അതിനുശേഷം 7 മണിയോടുകൂടി നമുക്കറിയാം എവിടൊക്കെ വിമത ശല്യമുണ്ട്, എവിടൊക്കെ മുന്നണികൾക്ക് തലവേദനയാകുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഈ പോസ്റ്റൽ ബാലറ്റ് വിതരണത്തിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് വിതരണം 26-ന് തുടങ്ങും എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന വിവരം. മാത്രമല്ല, അത് യഥാക്രമം അംഗീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നവർ, പോളിംഗ് ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, സുരക്ഷ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റൽ ബാലറ്റ് സൗകര്യമുള്ളത്. അവർ ആ രീതിയിൽ തന്നെ 26-ന് അത് വിതരണം ചെയ്തു തുടങ്ങും. മറ്റ് പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ അത് 28-ന് മുൻപ് പൂർത്തിയാക്കണം എന്നുള്ള കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. അക്ഷയ് തുറവൂർ ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ പറയുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് K. ജയകുമാർ കഴിയുമെങ്കിൽ മേജർ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുമായി ഒരു സംവാദം നടത്തണം, അപേക്ഷയാണെന്ന് പറയുന്നു. എന്തിനാണ് ഈ സംവാദം അവരുമായി നടത്തുന്നതെന്ന് എനിക്കറിയില്ല. നല്ല ക്ലാരിറ്റിയോടെ അദ്ദേഹം മലമുടിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ നൂറനാട് മോഹനെ നിങ്ങൾക്കറിയാം, ഒരുപാട് കാലമായി നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ഒരാളാണ്. അദ്ദേഹം എനിക്കൊരു സാധനം അയച്ചു തന്നു വാട്സപ്പിൽ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന K. ജയകുമാറിന് കരുത്തില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു തലക്കെട്ട് ഞാൻ നോക്കിയപ്പോൾ. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, ഈ മണ്ഡലക്കാലം തുടങ്ങിയ ആദ്യ ദിവസം ശബരിമലയിൽ കണ്ട ഭക്തജന തിരക്ക് കണ്ടപ്പോൾ ഞാൻ ആശങ്കപ്പെട്ടു പോയി എന്ന ജയകുമാറിൻ്റെ ഒരു പ്രസ്താവനയാണ്.
അദ്ദേഹം ഒരു കവിയൊക്കെയാണ്, ഒരു സർഗധനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം പൊടിപ്പും തൊങ്ങലും വയ്ക്കാതെ അദ്ദേഹം പറഞ്ഞു. കാര്യം അത് കണ്ട്, ആ ദൃശ്യങ്ങൾ കണ്ട് ആശങ്കപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഞാനും വല്ലാതെ ഭയന്നു. കാര്യം നമ്മുടെ നാട്ടിൽ അത്യാഹിതമേ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം അത്രയും വലിയ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വലിയ പേടി തോന്നി. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടത് ഒരു കരുത്തല്ലേ എന്നാണ് നൂറാട് മോഹൻ ചോദിക്കുന്നത്. നൂറാട് മോഹൻ എത്ര വലിയ അധികാര കസേരയിരിക്കുന്ന ആളുകളാണെങ്കിലും ചങ്കിടിക്കും ചില സമയത്ത്. അത് മനസ്സിലാക്കുക. അവരൊക്കെ മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ് എന്നതുകൊണ്ടാണ് അതുണ്ടാകുന്നത്. പക്ഷേ മനുഷ്യർക്ക് അപ്പോഴും കടന്ന് അടുത്ത നിമിഷം അവരുടെ കരുത്താർജിക്കുകയും അവർ ചെയ്യേണ്ട ധാർമ്മികവും അല്ലാത്തതുമായ ജോലികൾ അവർ ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങുന്ന മുൻ MLA-മാരിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ് അനിലക്കര. തൃശ്ശൂരിലെ അടാട്ട് പഞ്ചായത്തിലാണ് അനിലക്കര ജനവിധി തേടുന്നത്. BJP CPM കൂട്ടുകെട്ടാണ് കഴിഞ്ഞ തവണ തൻ്റെ വാർഡിൽ BJP ജയിക്കാൻ കാരണമാക്കിയതെന്ന് അനിലക്കര പറയുന്നു. അടാട്ട് പഞ്ചായത്ത് കോൺഗ്രസിന് നഷ്ടമായത് മാനസികമായി തന്നെ തളർത്തിയെന്നും അനിലക്കര. 24 പ്രതിനിധി ശ്രീനിത കൃഷ്ണനുമായി പ്രചാരണ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അനിലക്കര. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വൈബ് ഓണായിരിക്കുകയാണ്. നാട്ടിൽ എവിടെ നടന്നാലും സ്ഥാനാർത്ഥികളും പ്രചാരണവും അണികളും ഒക്കെ ആയിട്ട് നമുക്ക് കുറെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതൊക്കെ ഇത് പറഞ്ഞില്ലേ, ഇതിപ്പോ നമ്മളെ അനിലക്കരയാണ്. അത് അടാട്ടിന്റെ സ്വന്തം അനിലക്കര. അങ്ങനെ ഒഫീഷ്യലി പറയാറായോ? പിന്നെ ഉറപ്പായിട്ട് പറയാം. ഞാൻ ഇന്ന് ഇരട്ടി സന്തോഷത്തിലാണ്. പിന്നെ ടെലിവിഷൻ ചാനലിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും? എന്തുട്ടായിരിക്കടേ പറഞ്ഞോടിയേ? കൂരായണം. അപ്പൊ ഞാൻ ചില ദിവസം എനിക്ക് താല്പര്യമുള്ള, എനിക്ക് ഇരട്ടി ആവേശം വരുന്ന പിന്നെ ചില കൂരായണം ഞാൻ കാണാറുണ്ട്. ചില ദിവസം എന്നെ ശരിക്കും പണിതിട്ടുള്ള കൂരായണവും കാണാറുണ്ട്. അപ്പൊ ഞാനത് മനസ്സിലാക്കും. നമുക്ക് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടികളായിരുന്നല്ലോ. നമ്മുടെ ഭരണം പോയി, സ്വന്തം വാർഡില് BJP വന്നു. ഇത്തവണ എന്ത് സ്ട്രാറ്റജി ഇറക്കും അവരെ മലർത്തിയടിക്കാൻ? സ്വന്തം വാർഡിൽ മാത്രമാണ് BJP പോയത്. അപ്പൊ അത് ആ പോവാനുള്ള കാരണം എന്ന് പറയുന്നത് BJP വന്ന് ശിവസേനയിലേക്ക് വന്ന നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പയ്യനെ ഞാൻ നമ്മുടെ പാർട്ടിയിലേക്ക് എടുത്തു. അവനാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള വാർഡിൽ മത്സരിപ്പിച്ച് ജയിച്ചത്. അപ്പം അതിൻ്റെ ഒരു ദേഷ്യവും സ്വാഭാവികമായിട്ട് BJP-കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അത് ഇത്തവണ ഞാൻ ആ മാൻഡ്രേക്കനെ സന്തോഷപൂർവ്വം അപ്പുറത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മാൻഡ്രേക്കാണ് ഇവിടെ മത്സരിക്കണേ. ഇത് പക്ക അങ്ങനെ രാഷ്ട്രീയമായിട്ട് പറയാൻ പറ്റിയൊരു വാർഡൊന്നുമല്ല. CPM-ന് സാധാരണ രീതിയിൽ മുൻതൂക്കം വാർഡാണ്. ഇവിടെ ഞാൻ സ്ഥാപിച്ച പഞ്ചായത്ത് ഇത് നോക്ക്, ഇതെന്ത് സാധനം? ഇതെന്തുട്ടണ്? പൈപ്പില്ലാട്ടാ, സ്തൂപം മാത്രമാണ്. നിങ്ങൾ മറ്റാളോട് ചോദിച്ചു നോക്ക്. ഞാൻ 2001 പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. ഈ പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും ഇത്തരത്തിലുള്ള പിന്നെ ടാപ്പുകൾ, ഇതിലൊക്കെ വെള്ളവും വന്നിരുന്നു. ഇപ്പൊ ഈ പഞ്ചായത്തിലെ ടാപ്പുകളൊക്കെ ഇങ്ങനെയാണ്, ഈ കരിങ്കുട്ടി ചാതിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഒരു സംശയമില്ല, 2026 ഇതിലൊക്കെ വെള്ളം വന്നിരിക്കും. അനിലക്കര തെരഞ്ഞെടുത്ത് ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നാട് തിളങ്ങുന്നാണ് പറയണത്. അല്ല, തിളങ്ങല്ല. പിന്നെ ഇത് സ്വർണ്ണപ്പാളിന്ന് സ്വർണം കൊണ്ടുപോയ വിഷയമല്ല. ഇത് അങ്ങനെ മോടി വിളിപ്പിക്കേണ്ട ഒരു വിഷയമല്ല. കാരണം ഇതൊക്കെ ഞാൻ സ്ഥാപിച്ച പദ്ധതികളാണ് ഇവിടെയുള്ളത്. റോഡുകളുടെ 78 കിലോമീറ്ററാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന 10 വർഷക്കാലം നമ്മൾ ടാർ ചെയ്ത്. എല്ലാ സ്ട്രീറ്റ് ലൈറ്റും LED ആക്കിയത് ഞാൻ MLA സമയത്താണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്താണ് കുടിവെള്ള പദ്ധതികൾ ഇവിടെ ആരംഭിച്ചത്. എല്ലാ പദ്ധതിയും ആരംഭിച്ചത് അങ്ങനെയാണ്. വികസന കാര്യം, ചേച്ചിയുടെ ക്ഷേമകാര്യങ്ങൾ, മറ്റ് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവും. വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. കഴിഞ്ഞ 5 വർഷമായി അനിലക്കര എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ മരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അത് തിരിച്ച് ജീവിക്കണമെങ്കിൽ എനിക്ക് അടാട്ട് പഞ്ചായത്ത് ജയിച്ചേ പറ്റും. അത് മാസ് ഡയലോഗാണ്. അതായത് ഈ ലാലേട്ടന്റെ സിനിമയിലെ പറയണ പോലെ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ്. ആ ഒരു ലൈനാണ്. അങ്ങനെ അടാട്ട് പഞ്ചായത്തിൽ ഞാൻ പതുങ്ങുകയും കുതിക്കുകയും ഒന്നും ആവശ്യമില്ല. ഞാൻ അടാട്ട് പഞ്ചായത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ്, രാഷ്ട്രീയമായുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ പഴയ അനിലക്കരയായി ഈ പ്രദേശത്ത് ഇരുചക്ര വാഹനത്തിൽ ഇവിടെ ഉണ്ടാവും ഫുൾ ടൈം. അപ്പം പഴയ അനിലായി തുടരുന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓൾ ദി ബെസ്റ്റ് തന്നേക്കാം. വലിയ വിജയ പ്രതീക്ഷയിലാണ് അനിലക്കര. അടാട്ടിന്റെ മകനാണ് എന്നുള്ള രീതിയിലാണ് അനിലക്കര പ്രചാരണം നടത്തുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രചാരണങ്ങൾ കൊഴുക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മറ്റു കാഴ്ചകൾ തേടി നമ്മൾ യാത്ര തുടരുകയാണ്. ഓക്കെ, നമുക്ക് പെരുവന്തൂർ അലിമുക്ക് അച്ചൻകോവിൽ റോഡിൽ കറവൂർ ഭാഗത്ത് ഇന്നലെ കാട്ടാനാക്രമണം 24 റിപ്പോർട്ട് ചെയ്ത ഭാഗത്ത് ഇപ്പോഴും കാട്ടാന നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. റോഡ് ഗതാഗതം ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പോൾ ആന അവിടെ ഇപ്പോഴും ഉണ്ടെന്നാണ് പ്രേക്ഷകൻ പറയുന്നത്. പ്രേക്ഷകനെ വിശ്വസിച്ചാൽ ഞാനിത്
പിറവന്തൂർ അലിമുക്ക്, അതുപോലെ അലിമുക്ക് അച്ചൻകൂർ റോഡ്, അവിടെ എവിടെയോ കാട്ടാന നിൽക്കുന്നു. എന്തായാലും ആ റോഡ് വഴിയൊക്കെ പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിലെ ഭക്തജന തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. സ്പോട്ട് ബുക്കിംഗ് അതാത് ദിവസങ്ങളിലെ സാഹചര്യം നോക്കി നിജപ്പെടുത്തും. വെർച്വൽ ക്യൂവിൽ എണ്ണം വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു തള്ളതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 70,000 75,000 ആൾ കൂടുതൽ നമ്മൾ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഭക്തന്മാരും അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്, നോക്കിയിട്ടാണ് വരുന്നത്. ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സ്പോട്ട് ബുക്കിംഗ് 5,000 എന്ന് കോടതി പറഞ്ഞെങ്കിലും കോടതി പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തു. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് 5,000 7,000 ഒക്കെ ആയിക്കോളാം. കൃത്യമായിട്ട് 5,000 എന്നൊരു വരയ്ക്കണ്ട. അവിടെയുള്ള പോലീസ് ഓഫീസർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരു ബുക്കിംഗും ഇല്ലാതെ വരുന്നവരും ഉണ്ട് കേട്ടോ. ശബരിമലയിൽ അവധി ദിവസമായിട്ടും ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നല്ല കുറവായിരുന്നു. ഇതുവരെ സന്നിധാനത്ത് ദർശനം നടത്തിയത് ഏതാണ്ട് 70,000 താഴെ മാത്രം തീർത്ഥാടകരാണ്. അത്രയും കുറവുണ്ട്. സാധാരണ ഈ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ശബരിമലയിൽ. ആളുകളെ ഈ നല്ല കെ ജയകുമാർ സൂചിപ്പിച്ചതുപോലെ അവസരത്തിന് ദൂരെ ഇരുന്ന് ഭക്തജനങ്ങളൊക്കെ കാണുമ്പോൾ അവരും സൗകര്യപ്രദമായ ദിവസങ്ങളിലേക്ക് അവരുടെ സന്ദർശനം മാറ്റിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ശബരിമല സന്നിധാനത്ത് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകാൻ MG പ്രതീക്ഷ കൂടി നമുക്കൊപ്പം ചേരുന്നു. പ്രതീക്ഷയെ, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം ശബരിമല സന്നിധാനത്തെ അവസ്ഥ എന്താണ്? എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിലാണ് സാധാരണ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറി ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് പോലും രാവിലെ മുതൽ വലിയ തിരക്ക് ശബരിമലയിൽ ഇല്ലായിരുന്നു. വൈകിട്ട് മുതൽ നല്ല മഴയാണ് ശബരിമല സന്നിധാനത്ത്. അതുകൊണ്ട് ഈ സമയത്ത് കുറച്ചധികം തീർത്ഥാടകരുണ്ട്. ഈ മഴ ആയതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇടത്താവളങ്ങളിൽ കയറി നിന്നതിന് ശേഷം ഇപ്പോൾ സന്നിധാനത്തെത്തിയ തീർത്ഥാടകരുടെ ഒരു ചെറിയ തിരക്ക് മാത്രമാണ് ഉള്ളത്. 70,000-ന് താഴെ തീർത്ഥാടകർ ഇതുവരെ ദർശനം നടത്തി എന്നതാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് 10,000 ആയിരിക്കുന്നു എന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ സന്നിധാനത്തിന് താങ്ങാൻ കഴിയുന്ന തീർത്ഥാടകർ മാത്രമേ ഇപ്പോഴുള്ളൂ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടിക്ക് താഴെയുള്ള കാഴ്ചകളാണ്. ഈ നല്ല മഴയുണ്ട് സന്നിധാനത്ത്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് കൂടുതൽ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. പമ്പയിൽ നിന്ന് മല കയറി ഇപ്പോൾ സന്നിധാനത്ത് എത്തിയ തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ നടപ്പന്തലിൽ വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. തീർത്ഥാടകർക്ക് വളരെ പെട്ടെന്ന് തന്നെ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ശബരിമല സന്നിധാനത്തുള്ളത്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് എന്നത് 5,000-ആയി പരിമിതപ്പെടുത്തിയിട്ടില്ല. സന്നിധാനത്തെ സാഹചര്യം അനുസരിച്ചാണ് അതിൽ ഇളവുകൾ വരുത്തിയിട്ടുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് 10,000-ന് മുകളിൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. 11 മണിയോടുകൂടി ഒരു 80,000 എന്ന ആ ഒരു കണക്കിലേക്ക് ഇന്നത്തെ ആകെ തീർത്ഥാടകരുടെ എണ്ണം പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകൾ തീർത്ഥാടകരാരും തന്നെ പറയുന്നില്ല. വളരെ സുഗമമായ ദർശനം തീർത്ഥാടകർക്ക് ശബരിമല സന്നിധാനത്ത് സാധ്യമാകുന്നുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ ഒരുക്കിയിട്ടുമുണ്ട്. കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അവർക്കും പ്രത്യേക സൗകര്യങ്ങൾ ആ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെയും ഒപ്പം പോലീസിന്റെയും കൃത്യമായ കണക്കുകൂട്ടലിലാണ് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പോകുന്നത്. ഭക്തരുൾപ്പെടെ വലിയ സംതൃപ്തിയിലുമാണ് ഇപ്പോൾ. താങ്ക് യു MG പ്രതീഷ്. ശബരിമല സന്നിധാനത്ത് നിന്നാണ് പ്രതീഷ് ചേർന്നത്. അവിടെ ഷീജ MK പറയുന്നു, ജയകുമാർ സാർ നേരത്തെ വരണമായിരുന്നു, എന്നാൽ കട്ടള പൊക്കിക്കൊണ്ട് പോകില്ലായിരുന്നു എന്ന് പറയുന്നു. ഓരോന്നിനും ഓരോ സമയമില്ലേ ദാസ. ഇനി നമുക്കൊരു ഇടവേളയാണ്. ഇടവേള പറയുമ്പോഴാണ് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. താമരശ്ശേരി ചുരത്തിൽ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ്. മഴയും വാഹന ബാഹുല്യവുമാണ് ഗതാഗതക്കുരുക്കിന് കാരണമായിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ഒരു കാറ് ഓടയിലേക്ക് മറിഞ്ഞതും കുരുക്കിന് കാരണമായി. 2.5 മണിക്കൂറോളം കുരുക്കിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിനിയായ ഒരു യാത്രക്കാരി കുഴഞ്ഞു വീണു എന്ന വാർത്തയും വരുന്നുണ്ട്. ഇവരെ ഓമശ്ശേരിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രൈം ടൈം തുടരുകയാണ്. ദിനേശ് ഹരിപ്പാട് വീട്ടിലേക്കൊന്ന് വിളിച്ചു. വീട്ടിപ്പം അച്ഛൻ പറഞ്ഞു നല്ല മഴയാണ്. ഹരിപ്പാട് മാത്രമല്ല ദിനേശ്, പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഇല്ല എന്ന് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ മനസ്സിലാക്കുക.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പാസ്പോർട്ട് SIT പിടിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരെ കബളിപ്പിക്കാൻ ശ്രമിച്ചെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തെ സാക്ഷിയാക്കാനും SIT നീക്കം നടത്തുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നുണ്ട്. ആറന്മുളയിലെ എ പത്മകുമാറിന്റെ വീട്ടിൽ SIT നടത്തിയ റെയ്ഡിൽ നിർണായക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളിലും പരിശോധന തുടരുകയാണ്. ഇരുവരുടെയും ആദായ നികുതി വിവരങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 2019 മുൻപും ശേഷവുമുള്ള ഭൂമി പ്രമാണങ്ങളും വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ലഭിച്ച പ്രതിഫലം കൊണ്ടാണോ ഇത്തരം ഇടപാടുകൾ നടന്നതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പത്മകുമാറിന്റെ വിദേശയാത്രകളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടിയാണ് അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തത്. യാത്രകളുടെ ലക്ഷ്യം, കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ സമയം തേടാനാണ് SITയുടെ നീക്കം. ശബരിമലയിലെ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരുന്നു. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് നീക്കം. ജയറാമിനെ പോലുള്ള പ്രമുഖരെ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം പത്മകുമാറിനായി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം തുടർ അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. നമ്മുടെ ഷെഫീർ മണ്ണാർക്കാട് പറയുന്നത് നാളത്തെ സുപ്രഭാതം സുഭാഷിതം ഇന്നേ കിട്ടിയിരുന്നെങ്കിൽ അത് ആലോചിച്ചുകൊണ്ടിടന്ന് ഉറങ്ങാമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആലോചിക്കാൻ എന്തെല്ലാം കാര്യമുണ്ട്. മഴയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ സുഭിക്ഷമായിട്ട് ഉറങ്ങൂ ഷെഫീറെ. മണ്ണാർക്കാടല്ലേ, നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമല്ലേ. ഇപ്പോൾ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അടിമാലി കല്ലാർ റോഡ് താൽക്കാലികമായി അടച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് പാത അടച്ചത്. കുമ്പൻപാറ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ എടുത്ത തീരുമാനമാണ് റോഡ് അടയ്ക്കാൻ അന്ന് എടുത്തത്. മൂന്നാർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കല്ലാർകുട്ടി റോഡ് വഴി തിരിച്ചുവിടുകയാണിപ്പോൾ. അവിടെ അതുവഴി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ഹൈറേഞ്ചിലേക്കൊക്കെ ഈ സമയത്ത് പരമാവധി യാത്ര ഒഴിവാക്കണം എന്നാണ് എൻ്റെ പക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഉടുമ്പൻചോലയിൽ കോൺഗ്രസിനോട് ഇടഞ്ഞ മുസ്ലിം ലീഗ്. 2 പഞ്ചായത്തുകളിലെ 3 വാർഡുകളിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, കലിപ്പിലാണോ ലീഗ്? SKN കലിപ്പിലാണ് ലീഗ്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ലീഗ് UDF-ൽ വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് UDF ചെയർമാൻ തന്നെ പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അടിമാലി സീറ്റ്, ജില്ലാ പഞ്ചായത്തിലേക്ക് അടിമാലി സീറ്റ് വേണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞ് പരിഹരിച്ചു. മാത്രമല്ല ജില്ലയിലെ ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ പഞ്ചായത്തിലേക്കും ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകി പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് UDF അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഉടുമ്പൻചോല മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകൾ, അതായത് നെടുങ്കണ്ടം അതുപോലെ തന്നെ രാജാക്കാട് പഞ്ചായത്തുകളിലെ 3 വാർഡുകളിൽ ലീഗ് സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മുന്നണി വിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാനാർത്ഥികളാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. നെടുങ്കണ്ടം പഞ്ചായത്തിലെ 7, 16 വാർഡുകളിലും അതുപോലെ തന്നെ രാജാക്കാട് പഞ്ചായത്തിലെ 9ാമത്തെ വാർഡിലുമാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. നേരത്തെ ഈ നെടുങ്കണ്ടം പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നതാണ്. പക്ഷേ ഇത്തവണ മത്സരിച്ച വാർഡ് പോലും കൊടുത്തില്ല. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്ന രാജാക്കാട് പഞ്ചായത്തിലെ ഒരു സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുമെന്നായിരുന്നു. അതും കൊടുത്തില്ല. അങ്ങനെ 3 സീറ്റുകളിൽ തർക്കമുള്ള 3 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, സ്ഥാനാർത്ഥികളെ പിൻവലിക്കാനും തയ്യാറല്ല എന്നുള്ളതാണ് ലീഗിന്റെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് വലിയ തരത്തിലുള്ള തലവേദന ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല UDF-ൽ. SKN രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ ചേർന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. ജില്ലാ UDF നേതൃത്വം ഈ കാര്യത്തിൽ അനുകൂലമായിരുന്നെങ്കിലും ലീഗിന് 2 സീറ്റ് എന്നുള്ളത് ന്യായമായ ഒരു ആവശ്യമാണെന്ന് അവർ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും അക്കാര്യം ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന പ്രധാന 2 നേതാക്കന്മാർ അതിന് യാതൊരു മുഖവിലയും കൽപ്പിക്കാതെ അവരുടെ ഒരു പ്രത്യേകമായ ഒരു താല്പര്യം ലീഗിനെ ഒഴിവാക്കുന്ന അവസ്ഥയുമായി ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, ജിൻസ് കുര്യാക്കോസ് പറയുന്നു ഈ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ കുറച്ച് ഇരുന്ന് അവതരിപ്പിച്ചൂടെ? ഇരുന്നാൽ ശരിയാവില്ല, മാത്രമല്ല ഇരുത്താൻ നോക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. SIR-ന്റെ ഭാഗമായി വോട്ടേഴ്സിൻ്റെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന BLO ആപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപമായിരുന്നു. ആപ്പിൽ ലോഗിൻ ചെയ്യാനും വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാനും പ്രതിസന്ധി നേരിടുന്നെന്ന് പരാതി ഉയരുന്നു. അതേസമയം BLOമാർക്ക് സമയപരിധി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ SN U കേൽക്കർ 24-നോട് പറഞ്ഞു.
വോട്ടറുടെ പൂർണ്ണ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിനൊപ്പം ഫോട്ടോയും എന്യൂമറേഷൻ ഫോമും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SIR ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ചെയ്യേണ്ടത്. എന്നാൽ ആപ്പിൽ ലോഗിൻ ചെയ്യുന്നതിനായുള്ള OTP വെരിഫിക്കേഷൻ പോലും നടക്കുന്നില്ല എന്നാണ് BLOമാർ പറയുന്നത്. സർ, ഇതിൽ ഒന്നാമത്തത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളോട് OTP ആവശ്യപ്പെടുകയാണ്. അങ്ങനെ OTP ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് രണ്ടാമത്തെ പിക്ചർ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റീസെൻറ്റ് കൊടുക്കും. റീസെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് മൂന്നാമത്തെ പിക്ചർ. റീസെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് OTP 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് OTP വരുന്നത്. ആ OTP അടിച്ച് കഴിയുമ്പോൾ നാലാമത്തെ പിക്ചറിലുള്ള മെസ്സേജാണ് നമുക്ക് വരുന്നത്. ഇത് തുറക്കാനേ കഴിയുന്നില്ല. പുലർച്ചെ മാത്രമാണ് ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത്. വോട്ടറുടെ വിവരങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയാതെ ഹോം പേജിലേക്ക് പോവുകയോ ലോഗൌട്ട് ആവുകയോ ചെയ്യുന്നുണ്ട്. ആപ്പിനെ സംബന്ധിച്ച പരാതിക്കായി നൽകിയിട്ടുള്ള ഗൂഗിൾ മീറ്റ് ലിങ്കിലും പലപ്പോഴും പരാതി രേഖപ്പെടുത്താൻ കഴിയാറില്ല. ആപ്പ് പണിമുടക്കിയത് കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഡാറ്റ എൻട്രി പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് BLOമാർ പറയുന്നു. അതേസമയം മുൻ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ SIR പൂർത്തിയാക്കുമെന്നും BLOമാർക്ക് നിർബന്ധപൂർവ്വം സമയപരിധി അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ 24 പറഞ്ഞു. നിർബന്ധമായിട്ട് 26-നുള്ളിൽ തന്നെ ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു നിർദ്ദേശം ആർക്കും ഇല്ല. പരമാവധി നമുക്ക് ചെയ്യണം, എത്ര പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതേ പറയുന്നുള്ളൂ. 24 മലപ്പുറം. ഹരിഗോവിന്ദൻ കോട്ടയത്ത് നിന്ന് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. ഇന്ന് 100 ന്യൂസിൽ കണ്ടു, ചൈനയിൽ കോക്രോച്ച് കോഫി, പാറ്റ പൊടിച്ച് മുകളിൽ തൂകി പാറ്റ ഫ്ലേവേർഡ് കോഫിയാണ് ചൈനയിൽ ലഭ്യം. അനുജ ചേച്ചി ആയതുകൊണ്ട് ചിരി അടക്കി വായിച്ചു. എനിക്ക് ചിരി വന്നുപോയി. നമ്മൾ കേട്ടാലും ചിരിക്കും. എന്തായാലും ഈ പാറ്റ കോഫി ചൈനയിൽ പോവുകയാണെങ്കിൽ ഒന്നും കുടിക്കണം എന്തായാലും. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ 2.5 മണിക്കൂറോളം ഗതാഗത കുരുക്കിൽപ്പെട്ട ട്രാവലറിലെ യാത്രക്കാരി കുഴഞ്ഞു വീണുവെന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു. കനത്ത മഴയും വാഹനാപകടവും കാരണമാണ് ഗതാഗത കുരുക്ക് ഇപ്പോൾ രൂപപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാറ് ഓടയിലേക്ക് മറിഞ്ഞാണ് ഒരു അപകടം ഉണ്ടായത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ സമീർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം താമരശ്ശേരിയിൽ എന്താണ്? നീണ്ട ക്യൂ ആണ്, നീണ്ടു പോകുന്ന ക്യൂ. ഓക്കെ, പറയൂ സമീർ. SKN വലിയ നിര തന്നെയാണ് താമരശ്ശേരി ചുരത്തിൽ ഉള്ളത്. വാഹനങ്ങളുടെ ബാഹുല്യമുണ്ട്, മാത്രമല്ല ശക്തമായിട്ടുള്ള മഴയുമുണ്ട്. കൂടാതെയാണ് ഒരു കാർ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. ഇതോടൊപ്പം തന്നെ 2.5 മണിക്കൂറോളമാണ് അവിടെ വാഹനങ്ങൾ കെട്ടിക്കിടന്നത്. ഇപ്പോഴും ആ കെട്ടിക്കിടക്കൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇതിനിടയിലാണ് ഒരു വീട്ടമ്മയ്ക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ആദ്യം കൈതപ്പൊയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. എന്നാൽ അവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമായതുകൊണ്ട് ഇപ്പോൾ ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ECG എടുത്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പരിശോധിച്ച ശേഷം ഒരുപക്ഷെ മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ അവരുടെ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇപ്പോഴും അവിടെയുള്ള ശക്തമായിട്ടുള്ള കുരുക്ക് തുടരുന്നു. നമുക്കറിയാം, ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച സന്ധ്യയാകുമ്പോഴേക്ക് സ്വാഭാവികമായും വയനാട് കണ്ട് തിരിച്ചിറങ്ങുന്നവരുടെ നിര സാധാരണ ഉണ്ടാവാറുണ്ട്. അത് ഇന്നും വലിയ രീതിയിൽ തന്നെയാണുള്ളത്. ആ വാഹന നിരയും ഒപ്പം തന്നെ മഴയുമാണ് ഈ വിധത്തിലുള്ള ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ചുരം കയറുന്ന വാഹനങ്ങളുണ്ട്, അവരും കെട്ടിക്കിടക്കുകയാണ്. രണ്ടാം വളവ് മുതൽ മുകളിലേക്ക് വൈത്തിരി വരെ ഇപ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് എന്ന കാര്യമാണ് അവിടെ നിന്നുള്ള നമ്മുടെ പ്രതിനിധിയും അതുപോലെ തന്നെ അവിടെ ചുരം വളണ്ടിയേഴ്സും വ്യക്തമാക്കുന്നത്. ചുരം സംരക്ഷണ സമിതിയുടെ വളണ്ടറായിട്ടുള്ള ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് ഈ യുവതിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആംബുലൻസ് മാത്രമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. SKN. ഓക്കെ, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അടിമാലി കല്ലാർ റോഡ് താൽക്കാലികമായി അടച്ചു. മൂന്നാർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കല്ലാർകുട്ടി വഴി തിരിച്ചുവിടുകയാണിപ്പോൾ. രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. പറയൂ രാഹുൽ. SKN കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്താണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കുമ്പംപാറ മണ്ണിടിച്ചിലുണ്ടായതാണ്. അതിന് പിന്നാലെ അവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതാണ്. ചെറിയ മഴ പെയ്താൽ തന്നെ ഈ റോഡ് അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുള്ളതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇതിലൂടെയുള്ള ഈ അടിമാലി മുതൽ കല്ലാർ വരെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നത്. അടിമാലിയിലൂടെ വരുന്ന വാഹനങ്ങൾ കല്ലാറുകുട്ടി വഴി തിരിഞ്ഞ് ആനച്ചാൽ വഴി മൂന്നാർ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. അതുപോലെ തന്നെ മൂന്നാറിൽ നിന്നും തിരിച്ചും ആനച്ചാൽ വഴി പള്ളിവാസൽ, ആനച്ചാൽ, അതുപോലെ തന്നെ കല്ലാറുകുട്ടി വഴി നേരിമംഗലം റൂട്ടിലൂടെ പോകേണ്ടതാണ് എന്നുള്ളതാണ് നിർദ്ദേശമായി നൽകുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 6 മണിക്ക് ശേഷം ഒരു അരമണിക്കൂർ അതിശക്തമായ മഴ ഇടുക്കിയിൽ പരക്കെ പെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ മഴ മാറുകയും ചെയ്തിട്ടുണ്ട്. SKN. മഴ കേരളത്തിലെ പല ഭാഗങ്ങളിലും അത്യാവശ്യം പെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത്യാവശ്യം കനത്ത മഴയുണ്ട്.
കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലും പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. ഉൾപ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മഴയുടെ അത്യാഹിത വാർത്തകളൊന്നും വന്നിട്ടില്ല, ആശ്വാസകരമാണ്. പാലത്തായി കേസിൽ വിവാദ പരാമർശവുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗം പി ഹരീന്ദ്രൻ. പ്രതി പത്മരാജൻ ഹിന്ദു ആയതുകൊണ്ടാണ് SDPI വിഷയം വിവാദമാക്കിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. ഹരീന്ദ്രനെതിരെ ലീഗ് കടുത്ത വിമർശനം ഉന്നയിച്ചു. പ്രസംഗ വിവാദമായി. അതോടെ വിശദീകരണവുമായി പി ഹരീന്ദ്രനും രംഗത്ത് വന്നു. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ, ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി പാനൂരിൽ വെച്ചായിരുന്നു CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രന്റെ വിവാദ പരാമർശം. കേസിൽ CPIM മാത്രമാണ് പെൺകുട്ടിക്കൊപ്പം നിന്നതെന്നും SDPI വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുമായിരുന്നു ഹരീന്ദ്രന്റെ പ്രസംഗം. പ്രസംഗം വിവാദമായതോടെ വിശദീകരണവുമായി പി ഹരീന്ദ്രൻ രംഗത്തെത്തി. പാലത്തായി കേസ് സവിശേഷമായ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്യുന്നത് അവരുടെ വർഗീയ താല്പര്യത്തോടു കൂടി തന്നെയാണ് എന്ന പരാമർശമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഞാനെന്തോ മതപരമായ വിദ്വേഷം നടത്തി പരാമർശം നടത്തി എന്നുള്ളത് നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. RSSുമായി BJPയുമായി ഈ മേഖലയിൽ നിരന്തരമായി സഖ്യമുണ്ടാക്കി പോയിട്ടുള്ള മുസ്ലിം ലീഗും അതുപോലുള്ള ശക്തികളുമാണ്, CPM അല്ല. ഹരീന്ദ്രന്റെ പരാമർശം ദുർവ്യാഖ്യാനിച്ചതാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. RSS ചുരുങ്ങിയത് ഒരു 5 തവണയെങ്കിലും സഖാവ് ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അത്ഭുതകരമായി രക്ഷപ്പെട്ടുകയാണ് ഓരോ സന്ദർഭങ്ങളിലും. ആ ഹരീന്ദ്രനെ നിങ്ങൾ ദയവ് ചെയ്ത് വർഗീയവാദിയാക്കരുത്. പി ഹരീന്ദ്രന്റെ വാക്കുകൾ വർഗീയത ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. വളരെ കൃത്യമായി ഇടപെട്ടത് തികച്ചും വർഗീയപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ശ്രീ ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കൾ ഹരീന്ദ്രൻ പറഞ്ഞത് CPMന്റെ നയമാണോ നിലപാടാണോ എന്നിവർ വ്യക്തമാക്കണം. അതേസമയം പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ BJP നേതാവും അധ്യാപകനുമായ K പത്മരാജനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് സ്കൂൾ മാനേജ്മെന്റ് പുറത്തുവിട്ടു. 24 കണ്ണൂർ. ഒരു പ്രേക്ഷകൻ പറയുകയാണ്, മൈക്ക് കിട്ടിയ എന്നും വിളിച്ചു പറയും, പിന്നെ കിടന്ന് ഉരുളും. അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് പ്രസംഗം കൈവിട്ടു പോകും. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ നന്നായിട്ട് ആസ്വദിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ചില സത്യങ്ങൾ പുറത്തു പറയും, പിന്നെ പുലിവാലാകുകയും ചെയ്യും. അപ്പോൾ കണ്ണൂരിൽ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. രൂപക് പറയുന്നു അവധി വേണം എന്ന് പറയുന്നു. അവധിയില്ല, മഴ നന്നായി പെയ്യട്ടെ. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കാസർഗോഡ് ഹനാൻ ഷോ മ്യൂസിക് പ്രോഗ്രാമിനിടെ വല്ലാത്ത തിക്കും തിരക്കും അനുഭവപ്പെട്ടു. പരിപാടിക്കിടെ ആളുകൾ കുഴഞ്ഞു വീണു. ഇപ്പോൾ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഹനാൻ ഷോയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടതെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആംബുലൻസ് വഴി ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ജനത്തിരക്കിടയിൽ മണിക്കൂറോളം കാത്തുന്ന ആളുകൾ കുഴഞ്ഞു വീണ അനുഭവം ഉണ്ടായി. അവരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറയ്ക്കൽ കൂടി നമുക്ക് വെച്ചിരുന്നു. അരുൺ, ശരിക്കും ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കാതെ എത്തിയിട്ടുണ്ടോ? എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? SKN വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാസർഗോഡ് നഗരത്തിനോട് ടൗണിലാണ്. കാസർഗോഡ് അതായത് NH66 ആണ്. NH66 ചേർന്ന് കിടക്കുന്ന ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ഫ്ലീ എന്ന പേരിലാണ് 3 ദിവസത്തെ പരിപാടിയായിരുന്നു. അതിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് ഹനാൻ ഷായുടെ മ്യൂസിക്കൽ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതിനെ പ്രതീക്ഷിക്കാതെ ഒരുപാട് ആളുകൾ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള വിവരമാണ്. അവിടെ ഈ ഹനാൻ ഷോയുടെ മ്യൂസിക് പ്രോഗ്രാമിനിടയിൽ വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടു. ആളുകൾ കുഴഞ്ഞു വീണു. അവരെ ആംബുലൻസ് വഴി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ആൾക്കൂട്ടത്തിന് നടുവിലാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോഴുള്ളത്. ഇപ്പോഴും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പറയൂ അരുൺ, പറയൂ. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അത് കാരണം അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇനിയും പാലക്കാട്ടേക്ക് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPI മുൻ ഏരിയ സെക്രട്ടറിക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വക ഭീഷണി. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന ഭീഷണി. ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നു. പുലിവാലായി. ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും.
ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. പ്രശ്നം നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോ. തട്ടിക്കളി. തട്ടിക്കോ. 42 വർഷമായി അട്ടപ്പാടിയിലെ സജീവ CPIM പ്രവർത്തകനാണ് മുൻ ഏരിയ സെക്രട്ടറിയായ VR രാമകൃഷ്ണൻ. 4 ടേമുകളിലായി CPIM സ്ഥാനാർത്ഥിയായി വിജയിച്ച അഗളി പഞ്ചായത്ത് ഒമ്മല 18-ാം വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് VR രാമകൃഷ്ണൻ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. പിന്നാലെ ഫോണിൽ ഭീഷണിയെത്തി. പക്ഷേ ഇന്നലെ രാത്രിയിലാണ് ആദ്യം ജംഷീർ എന്നെ വിളിച്ചിട്ട് കുറെ അനാവശ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്ത്. രണ്ടാമത് വീണ്ടും വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് ഒരു 8 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് പറഞ്ഞത്, നിങ്ങളിത് പിൻവലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഫോൺ കട്ട് ചെയ്യുന്നത്. അതേസമയം ഭീഷണിയല്ല, ഇരുവരും തമ്മിൽ നടന്നത് സൗഹൃദ സംഭാഷണം മാത്രമാണെന്നാണ് ഏരിയ സെക്രട്ടറി A പരമേശ്വരന്റെ വിശദീകരണം. ജംഷീറിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടുമെന്നും ഏരിയ സെക്രട്ടറി. വിഷയം അറിഞ്ഞിട്ടില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. രാമകൃഷ്ണനുമായുള്ള പ്രശ്നം എന്റെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഇപ്പം തന്നെ പറയും. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് വളരെ നന്നായി ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടവരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അത് മനസ്സിലാക്കാനുള്ള ഒരു നില ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് VR രാമകൃഷ്ണൻ. വിഷയത്തിൽ അഗ്ലി ഡിവൈഎസ്പിക്ക് VR രാമകൃഷ്ണൻ പരാതിയും നൽകി. ആയിഷത്തുൽ ഷംന, 24 പാലക്കാട്. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കൊന്ന് മടങ്ങിപ്പോവുകയാണ്. അനാൻ ഷോയുടെ സംഗീത പരിപാടിക്കിടെ വലിയ തിക്കും തിരക്കും, ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ ചില ആൾക്കാർ കുഴഞ്ഞു വീണു. അരുൺ പാറക്കലി വേദിക്കടുത്തുണ്ട്. അരുൺ, പറയൂ വിശദാംശങ്ങൾ. അനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയാണ് തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. പറയൂ. ഗുഡ് ഈവനിങ്. ഈ പരിപാടി ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. ഹനാൻ ഷാ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് കാസർഗോഡ് ഫ്ലീ എന്നാണ് ഈ പരിപാടിയുടെ പേര്. 3 ദിവസമായി പരിപാടി നടക്കുകയായിരുന്നു. പക്ഷേ ഇന്നാണ് അവസാന ദിനമായ ഇന്നാണ് ഹനാൻ ഷായുടെ പരിപാടി നിശ്ചയിച്ചത്. കാസർഗോഡ് നഗരത്തിൽ തന്നെയാണ്. കാസർഗോഡ് ടൗണിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ചെറിയൊരു മൈതാനമാണ്. അവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചതാണ് ഈ ഒരു ഇത്രത്തോളം പരിക്കിന് കാരണമായതെന്ന് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തിക്കും തിരക്കിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ആംബുലൻസുകളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് പരുക്കുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ആളുകളുടെ എണ്ണം കൂടിയതോടുകൂടി പരിപാടി ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. 8 മണിക്കാണ് നിലവിൽ 8 മണിക്കാണ് ഈ പരിപാടി നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ പരിപാടി ഇനിയും ആരംഭിക്കാൻ വല്ല വിവരവും നമുക്ക് ലഭിച്ചോ? അരുൺ, ഈ അനാൻ ഷാ അവിടെ എത്തിയിട്ടുണ്ടോ? കാര്യം ഈ സംഗീത പരിപാടി അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ കാസർഗോഡും സ്ഥിതി ആവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ കക്ഷി അവിടെ എത്തിയതായി വിവരമുണ്ടോ? ഹനാൻ ഷാ കാസർഗോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പരിപാടി അവതരിപ്പിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് വലിയ തിക്കും തിരക്കുമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. വലിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ്. അവരെ നിയന്ത്രിക്കാൻ പോലീസിനും കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു 10,000 ആളുകളെ മാത്രം ഉൾക്കൊള്ളാവുന്ന ഗ്രൗണ്ടാണ്. പക്ഷേ അവിടെ ഇപ്പോൾ തന്നെ ഒരു 40,000-ഓളം ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ആംബുലൻസുകൾ കൂടുതലായിട്ടും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ആളുകളെ ഇപ്പോൾ നിലവിൽ കടത്തിവിടുന്നില്ല. വലിയ തിരക്ക് അകത്തും അനുഭവപ്പെടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തുന്നു. ഒപ്പം ഈ പരുക്കേറ്റ നിലവിൽ 5 പേർക്കാണ് പരുക്കേറ്റതെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരുക്കേറ്റ ആളുകളെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസ് സൗകര്യം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. കാസർഗോഡ് SP അടക്കമുള്ള ആളുകൾ ഇവിടേക്ക്, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹവും എത്തുന്നു. ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് അനാൻ ഷായുടെ സംഗീത പരിപാടിക്ക് ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. 10,000 ആളുകൾക്ക് പ്രവേശനമുള്ള ഒരു സ്ഥലത്ത് 40,000-ഓളം ആളുകൾ എത്തിയിട്ടുണ്ടെന്നാണ് സൂചന. അപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. തൃശ്ശൂർ വരാക്കര കാളക്കല്ല് പുളിഞ്ചോട് മദ്യലഹരി ഒരു മകൻ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന വാർത്തയാണ്. ഗുരുതരമായി പരിക്കേറ്റ ചുക്കത്ത് ഗോപാലിനെ തൃശ്ശൂരിലെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മകൻ ബിനേഷിനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് ഈ സംഭവം നടന്നത്.
മകൻ അച്ഛനെ കുത്തുകയും അച്ഛൻ മകനെ കുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അപൂർവ സംഭവമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കാസർഗോഡ് അനാൻ ഷായുടെ മ്യൂസിക് ഷോ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അവിടെ ചെറുതായിട്ട് പോലീസ് ലാത്തി വീശേണ്ടി വന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല അവിടെ 14 പേരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നുവെന്നും വിവരമുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BY വിജയ് ഭാരത് റെഡ്ഡി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടിക്കറ്റുള്ളവർക്ക് പോലും പരിപാടി സ്ഥലത്തേക്ക് കയറാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. വല്ലാത്ത തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. 10,000 പേർക്ക് കയറാൻ സാധ്യതയുള്ളൊരു സ്ഥലത്തേക്ക് 40,000-ത്തിലധികം ആളുകൾ എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളെ അകത്തേക്ക് സംഘാടകർ പ്രവേശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അകത്തെന്ത് നടക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് നമ്മുടെ പ്രതിനിധി ഇപ്പോൾ പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കിളിമാനൂരിൽ പണയം വെച്ച 15 പവൻ സ്വർണം ഫിനാൻസ് ഉടമ മറിച്ചു വിറ്റെന്ന പരാതി ഉയർന്നിരിക്കുന്നു. ബാലൻപച്ച സ്വദേശി വസന്തകുമാരിയുടെ സ്വർണം പുളിമാത്ത് പ്രവർത്തിക്കുന്ന ദേവി ഫിനാൻസ് ഉടമ മറിച്ചു വിറ്റെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടിയെടുത്തില്ലെന്ന് വസന്തകുമാരി 24-നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഭർത്താവിന്റെ ചികിത്സയ്ക്കും മറ്റുമായാണ് ജീവിതത്തിലെ ആകെ സമ്പാദ്യം വസന്തകുമാരി കിളിമാനൂർ പുളിമാത്ത് പ്രവർത്തിക്കുന്ന ദേവി ഫിനാൻസിൽ പണയപ്പെടുത്തിയത്. വിവിധ ഘട്ടങ്ങളിലായി 15 പവനിലധികം സ്വർണം ഈടായി നൽകി 5 ലക്ഷത്തോളം രൂപ വായ്പയെടുത്തു. ഒടുവിൽ പണയമായി നൽകിയ സ്വർണം തിരിച്ചെടുക്കാൻ ചെന്നപ്പോൾ കാലാവധി കഴിഞ്ഞെന്നും സ്വർണം വിറ്റെന്നുമാണ് ഫിനാൻസ് ഉടമ പറയുന്നത്. വസന്തകുമാരിയെ ഒരു ഘട്ടത്തിൽ പോലും നോട്ടീസ് അയച്ച ഇക്കാര്യം അറിയിക്കുകയോ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയോ സ്ഥാപന ഉടമ ചെയ്തിട്ടില്ല. ഞാൻ അന്യ ആൾക്കാരിൽ നിന്നും എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയൊക്കെ സഹായിച്ചാണ് ഈ സ്വർണ്ണങ്ങൾ, ഒത്തിരി എൻ്റെ സ്വർണ്ണം മാത്രമല്ല, അങ്ങനെ സഹായിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പണയം വെച്ചു. പണയം വെച്ചിട്ട് അവർ സ്വർണ്ണം എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നു സ്വർണ്ണം വിറ്റെന്ന് പറയുന്നു. എന്നെ അറിയിക്കാതെയാണ് അവർ സ്വർണ്ണം വിറ്റത്. ഒരു നോട്ടീസ് അയച്ചിട്ടില്ല, അയക്കാതെയാണ് സ്വർണ്ണം വിറ്റത്. സ്വർണ്ണം വിറ്റു, എനിക്ക് സ്വർണ്ണം തരണമെന്ന് പറഞ്ഞ് ഇപ്പം കേസായിട്ട് അവർ സ്വർണ്ണവും തരൂല്ല, പൈസയും തരൂല്ല. സ്ഥാപനത്തിൽ കയറിയിറങ്ങി മടുത്ത വസന്തകുമാരി കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് റൂറൽ SP-ക്കും ആറ്റിങ്ങൽ DYSP-ക്കും പരാതി കൈമാറി. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടതോടെ കിളിമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ കേസെടുത്തതല്ലാതെ മറ്റു നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നില്ലെന്നാണ് ആക്ഷേപം. 1-ാം പ്രതി മിനിയാണ്. ഈ 1-ാം പ്രതി മിനി ഒരൊറ്റ ദിവസവും പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇവർക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് എഴുതിയിരിക്കുന്നത്. ഈ മിനി എന്ന് പറയുന്ന വ്യക്തി ഒളിവിലും ആയിരുന്നു. എല്ലാ സഹായങ്ങളും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചാർജ് ഷീറ്റ് കൊടുക്കുന്നില്ല. അവരെ സഹായിക്കുന്നതുകൊണ്ട് തന്നെയാണ് ചാർജ് ഷീറ്റ് കൊടുക്കാത്തത്. ഉടമയുടെ വീട്ടിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഈ ഫിനാൻസ് സ്ഥാപനത്തിന് നിയമപരമായ അനുമതിയില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. എറണാകുളം ഇലഞ്ഞിയിൽ ഇടിമിന്നലേറ്റ് ഒരു വീടിന് കേടുപാടുണ്ടായി. ഇലഞ്ഞി പൈങ്കുറ്റി തൊണ്ടനോടിയിൽ സാവിത്രി ഗോപാലകൃഷ്ണൻ്റെ വീടിന് ആണ് ഇടിമിന്നലേറ്റത്. സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും മാത്രമായിരുന്നു. വീടിൻ്റെ 2 മുറികളുടെ ഭിത്തി പൂർണ്ണമായും തകർന്നുപോയി. വയറിംഗ് പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങളും നശിച്ചു. സ്ഥലത്ത് നിലവിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുന്നേ ഇലഞ്ഞിയിൽ ഇടിമിന്നലേറ്റ് സമാനമായ രീതിയിൽ മറ്റൊരു വീടിനും കേടുപാട് ഉണ്ടായിരുന്നു. ഭവനരഹിതർക്കായി 24-മായി സഹകരിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ തുക അദ്ദേഹം ഇന്ന് 24-ന് കൈമാറി. 1 കോടി രൂപയുടെ ചെക്കാണ് ലുലു ഗ്രൂപ്പ് മീഡിയ ഹെഡ് NB സ്വരാജ് 24-ന് കൈമാറിയത്. 10 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ അന്ന് ഒരു വേദിയിൽ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അദ്ദേഹം അത് നടപ്പിലാക്കുന്നു. 10 ഭവനരഹിതരായ 10 കുടുംബങ്ങൾക്ക് അവർക്ക് കൂര കിട്ടാൻ പോകുന്നു. 24-ന്റെ 4-ാം വാർഷികത്തോടനുബന്ധിച്ച് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ച 5 വീടുകളുടെ താക്കോൽ കൈമാറുന്ന ചടങ്ങിൽ വെച്ചാണ് 24-മായി സഹകരിച്ച് 10 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകാമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പ്രഖ്യാപിച്ചത്. ഒരു 10 വീട് കൂടി നിങ്ങൾ ടോം തന്നെ ഇവിടെ ഉണ്ടല്ലോ, അവരെ തന്നെ ഏൽപ്പിക്കാം. നമ്മൾ 10 വീട്. ഈ പദ്ധതിയിലൂടെ 10 കുടുംബങ്ങളുടെ കണ്ണീരാണ് ഒപ്പുന്നത് എന്നും അസറ്റ് ഹോംസിന്റെ നേതൃത്വത്തിൽ 10 വീടുകളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കേരളത്തിലെ 10 വീടുകൾ നൽകുന്നു എന്ന് പറയുമ്പോൾ 10 കുടുംബമാണ് രക്ഷപ്പെടാൻ പോകുന്നത്. മാത്രമല്ല അവരുടെ കണ്ണീരൊപ്പാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ 1 കോടി രൂപ അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ആ 1 കോടി രൂപ അദ്ദേഹത്തിന് ഞങ്ങളെപ്പോഴും പറയുന്നത് ഇതിൽ 1 രൂപ പോലും പാഴായി പോകാതെ സാധുക്കളായ നമ്മുടെ നിർധനരായ സഹായം ആവശ്യമുള്ള ആൾക്കാരിൽ എത്തിച്ചേരും. അപ്പോൾ ഈ 10 വീടുകൾ നമ്മൾ ഉടൻ തന്നെ നിർമ്മിച്ചു നൽകും. അതിവേഗത്തിൽ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്യും. അസറ്റ് ഹോംസാണ് ആ വീട് നന്നായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ മാനേജിംഗ് ഡയറക്ടർ സുനിൽകുമാർ പ്രത്യേകമായിട്ട് ഒരു താല്പര്യം എടുത്താണ് ഈ വീടുകളൊക്കെ നിർമ്മിക്കുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ MA യൂസഫലിക്ക് വളരെ നന്ദി. മികച്ച നിലവാരത്തിലുള്ള 10 വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറിയ ശേഷം
ലുലു ഗ്രൂപ്പ് മീഡിയ ഹെഡ് NB സ്വരാജ് അറിയിച്ചു. 24ന്റെ ഉദ്യമത്തിന് ലുലു ഗ്രൂപ്പിന്റെ ആശംസകളും നേർന്നു. 24ന്റെ ഈ നല്ല ഉദ്ദേശം പാവപ്പെട്ട ആളുകൾക്ക് അന്തിയുറങ്ങാൻ ഒരു വീടെന്ന ആശയം, അത് ആധുനിക സൗകര്യങ്ങളോടെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട സൗകര്യങ്ങളോട് കൂടിയ വീടുകളാണ് ആ കഴിഞ്ഞ ചടങ്ങിൽ സമർപ്പിച്ചത്. അതിനേക്കാളും സൗകര്യങ്ങൾ കൂടിയ വീടുകൾക്കുള്ള തുകയാണ് ഇന്നിവിടെ നൽകിയത്. ഈ സംരംഭത്തിന് 24ന്റെ ഈ നല്ല സംരംഭത്തിന് എല്ലാവിധ ആശംസകളും യൂസഫ് അലി സാർ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ലുലു ഗ്രൂപ്പിലെ എല്ലാ ജീവനക്കാരുടെയും പിന്തുണ കൂടി ഈ അവസരത്തിൽ 24ന് അറിയിക്കുന്നു. ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് മാനേജർ V പീതാംബരൻ, 24 ഹെഡ് ഓഫ് ന്യൂസ് C ഉണ്ണികൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. നമ്മുടെ സന്തോഷമുള്ളൊരു കാര്യം, നിങ്ങൾക്കറിയാം യൂസഫ് അലിയെ പോലെ വ്യവസായിക്ക് എത്ര തിരക്കുണ്ടാകുന്നു. പക്ഷേ ആ തിരക്കിനിടയിലും നമ്മുടെ വീട് നിർമ്മാണം തുടങ്ങിയില്ലല്ലോ എന്നത് ഇന്നലെ എന്നോട് ഫോൺ ചെയ്ത് പറയുമായിരുന്നു, ഇന്ന് പണം കൊടുത്തയക്കാം. അപ്പോൾ തിരക്കിനിടയിലും കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ആൾക്കാരെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കുന്നുവെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. ഒരിക്കൽ കൂടി താങ്ക്സ് ടു MA യൂസഫ് അലി. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും നമ്മൾ സംപ്രേഷണം ആരംഭിച്ചിട്ടുണ്ട് 24 ഫ്ലവേഴ്സും. അപ്പോൾ ഓസ്ട്രേലിയയിലെ ചില വിശേഷങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ജീവിത തിരക്കുകൾക്കിടയിലും അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഓസ്ട്രേലിയക്കാർ. അതിനായി അവർ ചെറിയ ചെറിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. അത്തരം ആഘോഷങ്ങളിലേക്ക് ക്യാമറ വയ്ക്കുകയാണ് ഓസ്ട്രേലിയയിലെ 24 വാർത്താ സംഘം. ഓസ്ട്രേലിയയിലെ ഈ അവധി ദിന കാഴ്ചകളോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർണ്ണമാകുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്ന വേളയാണ്, ജാഗ്രതയൊക്കെ പാലിക്കുക. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള ആർഡ്രോസ് എന്ന സ്ട്രീറ്റിലാണ്. ഇവിടെ വരാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ കാണാം നിറയെ പൂത്തു നിൽക്കുന്ന ജക്രാണ്ടകൾ. നമ്മുടെ നാട്ടിലുമുണ്ട്, മൂന്നാറിലും മറ്റും ജക്രാണ്ടകൾ ഇഷ്ടംപോലെ പല നിറത്തിലും പല വർണ്ണങ്ങളിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഏതിനും എപ്പോഴും എന്തിനും ആഘോഷങ്ങളാക്കുന്ന വെള്ളക്കാരുടെ ഇടയിലേക്ക് അവർക്കിന്ന് ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ജാക്കറാണ്ട ഫെസ്റ്റിവൽ കാണാനാണ്. ഇവിടെ വസന്തകാലമായതോടെ ജാക്കറാണ്ട പൂത്ത് കുലുങ്ങി പുഷ്പിച്ച് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം, ഇവിടുത്തെ ആൾക്കാർ ജാക്കറാണ്ട ഒരു ഫെസ്റ്റിവലായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ജാക്കറാണ്ട ഫെസ്റ്റിവൽ എന്നാണ്. നമ്മളത് കാണാനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്റ്റോൾസും ഒരു വലിയ സെലിബ്രേഷനായിട്ടാണ് ഇവരിത് ആഘോഷിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ കാണാം ഇഷ്ടംപോലെ ആൾക്കാർ, ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നു കയറുന്നു. ഈ ഒരു സീസൺ ആഘോഷിക്കാനായിട്ട് അനേകം ജനങ്ങൾ ഇവിടെ എത്തുന്നു. 100-ൽ പരം സ്റ്റോളുകൾ ഇവിടെയുണ്ട്, ബിയർ പാർലേഴ്സ്, റെസ്റ്റോറൻറ്റുകൾ. അങ്ങനെ ഈ ഒരു സമയം അവർ പൂർണ്ണമായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ ജാക്കറാണ്ട പൂക്കുന്നത് ഒരു അധ്യയന വർഷത്തിൻ്റെ സമാപനമായാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിലും ഗുൽമോഹർ പൂക്കുന്നത് വേനലവധി കാലത്താണല്ലോ. ഗുൽമോഹറിൻ്റെ കളർ എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ നിറമായ ചുവപ്പാണ്. എന്നാൽ ജക്കാർന്ത എന്ന് പറയുന്നത് അറിവിൻ്റെയും പുനർജന്മത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായ പർപ്പിൾ നിറമാണ്. 200 വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് അമേരിക്കയിൽ നിന്ന് വിരുന്നെത്തിയ ഈ ജക്കാർന്ത പൂക്കൾ ഇന്ന് ഓസ്ട്രേലിയയിലെ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ സുലഭമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഓസ്ട്രേലിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.